Hello everyone, welcome to Track Tutorials. കേരള PSC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എക്സാംസിൻ്റെ ഡിഗ്രി ലെവൽ ക്ലാസ്സിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിലെ ഫണ്ടമെൻ്റൽസ് ഓഫ് AC സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലേക്ക് AC വോൾട്ടേജ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു RL സീരീസ് സർക്യൂട്ടാണ്. എന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും സീരീസ് ആയിട്ട് വെക്കുന്ന സർക്യൂട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ, എന്താണ് പവർ ഫാക്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു RL സീരീസ് സർക്യൂട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫിഗറിൽ കാണുന്നതാണ് ഒരു RL സീരീസ് സർക്യൂട്ട്. ഇതിൽ കാണുന്ന പോലെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ഇൻഡക്റ്റൻസ് L സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അതിലേക്ക് നമ്മളൊരു AC വോൾട്ടേജ് V = Vm sin omega t എന്ന് പറയുന്ന ഒരു AC വോൾട്ടേജ് അപ്ലൈ ആണ്. അപ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും, I എന്ന് പറഞ്ഞൊരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കാം. കറണ്ട് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യാൻ സംഭവിക്കുമ്പോൾ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതിനെ നമുക്ക് VR എന്ന് വിളിക്കാം. അതേപോലെ ഇൻഡക്റ്റൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതിനെന്ത് വിളിക്കാം, VL എന്ന് വിളിക്കാം. ഓക്കെ, that is voltage drop across R, that's equal to VR, and VL is equal to voltage drop across L. Okay, VR is equal to voltage drop across R, VL is equal to voltage drop across L. ഇത് നോക്കി ഇവിടെ ഒരു വെക്ടർ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. നമുക്കറിയാം ഇതാണ് നമ്മൾ കറണ്ടിൻ്റെ വെക്ടർ ഡയഗ്രാം I എന്ന് പറയുന്നത്. ഇത് നോക്കി നമ്മുടെ കറണ്ടും VR എന്ന് വെച്ചാൽ എന്താ, റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് ആൻഡ് കറണ്ട് വിൽ ബി ഇൻ സെയിം ഫേസ്, രണ്ടും ഒരേ ഫേസിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് ആരുണ്ടാവുക, VR ഉണ്ടാവുക. ഓക്കെ, ഇനി VL എന്ന് വെച്ചാൽ എന്തായിരിക്കും, VL എന്ന് വെച്ചാൽ കറണ്ടിനേക്കാൾ എന്ത് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്യും. എന്ന് വെച്ചാൽ കറണ്ട് വോൾട്ടേജിനേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്യും. അപ്പോൾ ഈ കറണ്ടിനേക്കാളും 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ട് ആരുണ്ടാവുക, VL ഉണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് റിസൾട്ടൻ്റ് എടുക്കുക. ആ റിസൾട്ടൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ വോൾട്ടേജ് V എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ V = എന്തെന്ന് എഴുതാം, V = പൈതഗോറസ് തിയറം ഉപയോഗിക്കുക, VR² + VL². ഓക്കെ, V = √VR² + VL². ഇനി VR = എന്താ, VR = I × R. അപ്പോൾ VR² തരും IR² + VL എന്ന് പറയുന്നത് എന്താണ്, I × XL, the whole square, where XL = omega L = 2πfL. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, I കോമൺ ആണ് രണ്ടിലും, I × R² + XL² എന്ന് കിട്ടും. അപ്പോൾ √R² + XL², ആ ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, Z കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേർ √R² + XL² ഈസ് കോൾഡ് ഇംപെഡൻസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇംപെഡൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ നോക്കാം. RL സീരീസ് സർക്യൂട്ടിൽ ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √R² + XL². ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി, നമ്മുടെ വോൾട്ടേജ്, കറണ്ടും വോൾട്ടേജും തമ്മിൽ, ഇതാണ് നമ്മുടെ വോൾട്ടേജ്, ഇതാണ് നമ്മുടെ കറണ്ട്, എന്തായിരിക്കും, ∅ ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു RL സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, ബൈ ആൻ ആംഗിൾ ∅. ദ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ∅. ഓക്കെ, ഇനി നമുക്കൊരു ഇൻഡക്റ്റൻസ് സർക്യൂട്ട് മാത്രമായിരുന്നെങ്കിലോ, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇൻഡക്ടറും കൂടെ എന്തുണ്ട്, സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ ഉള്ളത് കൊണ്ട് കറണ്ട് എന്തായാലും എന്ത് ചെയ്യും, ലാഗ് ചെയ്യും, ബട്ട് ബൈ ആൻ ആംഗിൾ ∅. ഈ ∅ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 മുതൽ 90 വരെയുള്ള ഏതെങ്കിലും വാല്യൂ ആയിരിക്കും. ഓക്കെ, പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. അല്ലാതെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വന്നാൽ കറണ്ട് എന്തായാലും എന്ത് ചെയ്യും, ലാഗ് ചെയ്യും, പക്ഷേ ആംഗിൾ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഇനി ∅, നമ്മുടെ ആംഗിൾ, ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻ, ∅ = tan 1 XL/L. ഓക്കെ, tan 1 XL/L അല്ലെങ്കിൽ XL എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ tan 1 omega L/R, ഒമേഗയ്ക്ക് പകരം 2πfL കൊടുത്താൽ എന്ത് കിട്ടും, ഇക്വേഷൻ tan 1 2πfL/R എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, കറണ്ട് I = Im sin omega t - ∅. നമ്മൾ വോൾട്ടേജ് V Vm sin omega t ആണ്, V = Vm sin omega t ആണ്. പക്ഷേ കറണ്ടിൻ്റെ ഇക്വേഷൻ Im sin omega t - ∅ എന്ന് വരും. -∅ വരാൻ കാരണം എന്താ, കറണ്ട് എന്താണ്, ലാഗ് ചെയ്യാണ് ബൈ ആൻ ആംഗിൾ ∅. വോൾട്ടേജിനേക്കാളും ∅ ആംഗിളിൽ ലാഗ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് വരും, sin omega t - ∅ എന്ന് വരും.
where Im is equal to Vm by Z. Im is equal to Vm by Z. Z equal to എന്താണ് ഇംപെഡൻസ് ആണ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ. ഇതാണ് എന്തിൽ സംഭവിക്കുന്നത് ആർ എൽ സീരീസ് സർക്യൂട്ടിൽ സംഭവിക്കുന്നത്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പവർ. ആർ എൽ സീരീസ് സർക്യൂട്ടിൽ പവറിന് എന്തായിരിക്കും? ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ പി ഈസ് ഈക്വൽ ടു 1/2 VmIm cos ഫൈ മൈനസ് 1/2 VmIm cos 2 ωt മൈനസ് 5. ഇത് നമുക്ക് ഡെറിവേഷൻ ചെയ്യുമ്പോൾ കിട്ടുവാണ്. ഇനി നോക്കാം, ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഹാസ് 2 പാർട്സ്. നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് കോൾഡ് കോൺസ്റ്റൻറ്റ് പാർട്ട്. കോൺസ്റ്റൻറ്റ് പാർട്ടാണ്, കാരണം 1/2 VmIm cos ഫൈ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പാർട്ട്, അതിലെന്തില്ല ωt എന്ന് പറയുന്ന ടേം ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? അത് കോൺസ്റ്റൻറ്റ് പാർട്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഇറ്റ്സ് എ പൾസേറ്റിംഗ് പാർട്ട് 1/2 VmIm cos 2 ωt മൈനസ് 5. അപ്പോൾ cos 2 ωt അതൊരു എന്താണ്? ഒരു ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം ആണ്, ωt ആണ്. നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരു ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം, അതിൻ്റെ ആവറേജ് വാല്യൂ എന്തായിരിക്കും? എപ്പോഴും എന്തായിരിക്കും? ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ ഈസ് 0. ഒരു സൈൻ വേവ് അല്ലെങ്കിൽ ഒരു കോസ് വേവിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് എ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ആവറേജ് പവർ എടുക്കുന്ന സംഭവിക്കും, ഈ ഒരു ടേം നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേമിന് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യുക, കാരണം ആവറേജ് പവർ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു VmIm/2 cos ഫൈ എന്ന് മാത്രം വരും. മറ്റേ ടേം കംപ്ലീറ്റ് ആവറേജ് വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആവറേജ് പവർ പി ഈസ് ഈക്വൽ ടു VmIm/2 cos ഫൈ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും Vm/√2 ഇൻറ്റു Im/√2. 2നെ സ്പ്ലിറ്റ് ചെയ്യാം, Vm/√2 ഇൻറ്റു Im/√2 cos ഫൈ. നമുക്ക് ഒരു കാര്യം Vm/√2 എന്ന് വെച്ചാൽ Vm/√2 ഈസ് ഈക്വൽ ടു VRMS. അതേപോലെ Im/√2 ഈസ് ഈക്വൽ ടു IRMS. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? VRMS IRMS ഇൻറ്റു cos ഫൈ. ഇതാണ് ഇത് ആർ എൽ സീരീസ് സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ പി ഈസ് ഈക്വൽ ടു VRMS IRMS ഇൻറ്റു cos ഫൈ. ഓക്കെ, ഇനി പവർ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ ഇൻഡക്റ്റൻസും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻഡക്റ്റൻസിൻ്റെ അക്രോസിൽ പവർ എത്രയായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. അത് കാരണം നമുക്ക് എവിടെ മാത്രമേ പവർ ഉണ്ടാവുള്ളൂ? റെസിസ്റ്റൻസിൻ്റെ അക്രോസ് മാത്രമേ പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? I² R എന്ന് എഴുതാം, അല്ലെങ്കിൽ VI cos ഫൈ. I² R ഓർ VI cos ഫൈ ആണെന്ത്? പവറിൻ്റെ ഇക്വേഷൻ. പവർ ഈസ് ഈക്വൽ ടു VRMS IRMS ഇൻറ്റു cos ഫൈ. ഇനി നെക്സ്റ്റ് പവർ ഫാക്ടർ. പവർ ഫാക്ടറുകൾ എന്താണ്? R/Z. പവർ ഫാക്ടർ cos ഫൈ ഈസ് ഈക്വൽ ടു R/Z. അത് എങ്ങനെയാണ് R/Z വന്നതെന്ന് നമുക്ക് ഇംപെഡൻസ് ട്രയാങ്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? ഇംപെഡൻസ് ട്രയാങ്കിൾ. ഇംപെഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ വോൾട്ടേജിൻ്റെ വെക്ടർ ഡയഗ്രാം വരച്ചിരുന്നു. അപ്പോൾ ഇതാണ്, ഈ ഡയറക്ഷനിലാണ് VR, ഇത് VL, ഇതെന്തായിരിക്കും? V ആണ്. ഓക്കെ, ഇനി VR ഇസ് ഈക്വൽ ടു എന്താ? IR, VL ഇസ് ഈക്വൽ ടു IXL, V ഇസ് ഈക്വൽ ടു I ഇൻറ്റു Z. ഇതാണ് ഇത് വോൾട്ടേജ് ട്രയാങ്കിൾ. ഇത് വോൾട്ടേജ് ട്രയാങ്കിളാണ്. VRും VLും Vയും തമ്മിലുള്ള ട്രയാങ്കിളാണ് വോൾട്ടേജ് ട്രയാങ്കിൾ. അതേപോലെ ഇംപെഡൻസ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിൽ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ R, ഇവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ XL, ഇവിടുത്തെ Z. അത് 3 വെച്ച് വരക്കുന്നതാണ് എന്ത്? ഇംപെഡൻസ് ട്രയാങ്കിൾ. R, X, Z. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് VR അതേ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലേക്കായിരിക്കും. XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് കറണ്ടിൻ്റെ അതേയിൽ, XL ഇത് ടോട്ടൽ ഇംപെഡൻസ് Z. ഇതാണ് നമ്മുടെ ആംഗിൾ ഫൈ. ഓക്കെ, ആംഗിൾ ഫൈ. ഈ ഒരു ട്രയാംഗിൾ നോക്കി, ഇതിൽ cos ഫൈ ഈക്വൽ ടു എന്തായിരിക്കും? cos ഫൈ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഏതാ? R ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? Z. അപ്പോൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പവർ ഫാക്ടർ cos ഫൈ ഇസ് ഈക്വൽ ടു R/Z. പവർ ഫാക്ടർ cos ഫൈ ഇസ് ഈക്വൽ ടു R/Z. ഇനി ഒരു ഇക്വേഷനിൽ നമുക്ക് ഇംപെഡൻസിൻ്റെ വില എങ്ങനെ കാണിക്കും? ഇംപെഡൻസ് ഹൈപ്പോട്ടിന്യൂസ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു Z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XL സ്ക്വയർ. Z ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R² പ്ലസ് XL സ്ക്വയർ. അതാണ് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ. അതുപോലെ cos ഫൈ ഇസ് ഈക്വൽ ടു R/Z. cos ഫൈ ഈക്വൽ ടു R/Z. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ എന്ത് ചെയ്താൽ നമുക്ക് വോൾട്ടേജ് ട്രയാങ്കിൾ നോക്കിയാൽ വോൾട്ടേജ് ട്രയാങ്കിൾ cos ഫൈ ഈക്വൽ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് cos ഫൈ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? VR ഡിവൈഡ് ബൈ ടോട്ടൽ വോൾട്ടേജ്. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ V ആണ്. അപ്പോൾ നമുക്ക് പവർ ഫാക്ടറിന് വേറൊരു ഇക്വേഷൻ കൂടി എഴുതാം. cos ഫൈ ഇസ് ഈക്വൽ ടു പവർ ഫാക്ടർ ഈക്വൽ ടു R/Z ഇസ് ഈക്വൽ ടു എന്താണ്? VR/V.
ആർ ബൈ സെഡ് ഓർ വി ആർ ബൈ വി. ഇതാണ് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? അപ്പാരൻറ്റ് പവർ, ട്രൂ പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അത് ഒരു എ സി സർക്യൂട്ട് നമുക്ക് 3 പവേഴ്സ് ഡിഫൈൻ ചെയ്യാനുണ്ട്: അപ്പാരൻറ്റ് പവർ, ട്രൂ പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. ആദ്യം അപ്പാരൻറ്റ് പവർ. അപ്പാരൻറ്റ് പവർ എന്ന് വെച്ചാൽ എന്താ? ദ ടോട്ടൽ പവർ ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ലോഡ് ഈസ് കോൾഡ് അപ്പാരൻറ്റ് പവർ. അതായത് ആക്ച്വലി സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് പോകേണ്ടിയിരുന്ന, ടു ബി ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരുന്ന പവറിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ പവറിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പാരൻറ്റ് പവർ. അപ്പാരൻറ്റ് പവർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എസ് ആണ്. ദ ടോട്ടൽ പവർ ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ലോഡ് ഈസ് കോൾഡ് അപ്പാരൻറ്റ് പവർ. ഇനി അപ്പാരൻറ്റ് പവറിൻ്റെ ഇക്വേഷൻ, അപ്പാരൻറ്റ് പവർ എസ് ഈക്വൽ ടു എന്താണ്? വി ഇൻറ്റു ഐ. അപ്പാരൻറ്റ് പവർ എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ആംപിയർ. വോൾട്ട് ആംപിയർ, വി ഇൻറ്റു ഐ. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അപ്പോൾ എസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ട് ആംപിയർ. അപ്പാരൻറ്റ് പവർ എസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. യൂണിറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ട് ആംപിയേഴ്സ്. നെക്സ്റ്റ് ഒന്ന്, അപ്പാരൻറ്റ് പവർ ഹാസ് 2 കോമ്പണൻറ്റ്സ്. നമ്മുടെ അപ്പാരൻറ്റ് പവറിന് 2 കോമ്പണൻറ്റ്സ് ഉണ്ട്: ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അപ്പോൾ എന്താണ് ആക്റ്റീവ് പവർ, എന്താണ് റിയാക്റ്റീവ് പവർ നോക്കാം. ആക്റ്റീവ് പവർ ഓർ റിയൽ പവർ ഓർ ട്രൂ പവർ. 3 പേരുകളുണ്ട്. ആക്റ്റീവ് പവർ എന്നും വിളിക്കാറുണ്ട്, റിയൽ പവർ എന്നും വിളിക്കാറുണ്ട്, ട്രൂ പവർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ പി ആണ്. ദ പവർ വിച്ച് ഈസ് ആക്ച്വലി കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ് ട്രൂ പവർ. ദ പവർ വിച്ച് ഈസ് ആക്ച്വലി കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ് ട്രൂ പവർ. നമ്മുടെ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ആക്ച്വൽ പവറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്റ്റീവ് പവർ ഓർ റിയൽ പവർ ഓർ ട്രൂ പവർ. ഇനി നമുക്കറിയാം, ഒരു ആർ എൽ സി സർക്യൂട്ട്, ഒരു റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ പവർ എവിടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ? റെസിസ്റ്റൻസിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന പവർ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്റ്റീവ് പവർ എന്ന് വിളിക്കും. ദ പവർ ഈസ് കൺസ്യൂംഡ് ഓൺലി ഇൻ റെസിസ്റ്റർ. ദ പവർ ഈസ് കൺസ്യൂംഡ് ഓൺലി ഇൻ ദ റെസിസ്റ്റർ. ഇതാണ് എന്ത്? ആക്റ്റീവ് പവർ. ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ട്രൂ പവർ വി ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ. ട്രൂ പവർ പി ഈസ് ഈക്വൽ ടു വി ഐ ഇൻറ്റു കോസ് ഫൈ. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട്സ് ആണ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ആക്ച്വലി ഉണ്ടാകുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് പവർ. ഇനി നെക്സ്റ്റ് ടോപ്പിക് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ ഓർ ഇമാജിനറി പവർ എന്ന് പറയും. റിയാക്റ്റീവ് പവർ ഓർ ഇമാജിനറി പവർ ക്യൂ. ഇറ്റ് ഈസ് ദ കോമ്പണൻറ്റ് ഓഫ് ദ അപ്പാരൻറ്റ് പവർ വിച്ച് ഈസ് നെയ്തർ കൺസ്യൂംഡ് നോർ ഡസ് എനി യൂസ്ഫുൾ വർക്ക് ഇൻ ദ സർക്യൂട്ട്. അതായത് നമ്മുടെ ഇതെന്തില്ല, സർക്യൂട്ടിൽ പവർ കൺസ്യൂം ചെയ്യുകയില്ല, ഡസ് നോട്ട് ഡു എനി യൂസ്ഫുൾ വർക്ക്. അത് വർക്കും ചെയ്യാത്ത കോമ്പണൻറ്റ്. ദ കോമ്പണൻറ്റ് ഓഫ് അപ്പാരൻറ്റ് പവർ വിച്ച് ഈസ് നെയ്തർ കൺസ്യൂംഡ് നോർ ഡസ് എനി യൂസ്ഫുൾ വർക്ക് ഇൻ ദ സർക്യൂട്ട്. നമുക്ക് പവർ കൺസ്യൂം ചെയ്യുകയില്ല, യൂസ്ഫുൾ വർക്കും ചെയ്യാത്ത പവറിനെ വിളിക്കുന്ന പേരാണെന്ത്? റിയാക്റ്റീവ് പവർ ഓർ ഇമാജിനറി പവർ. ഇമാജിനറി പവർ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവറിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞത് ക്യൂ ആണ്, ക്യാപിറ്റൽ ക്യൂ. ക്യൂ ഇസ് ഈക്വൽ ടു വി ഐ സൈൻ ഫൈ. നമുക്ക് ആക്റ്റീവ് പവർ പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ്. പി ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആണ്. പക്ഷേ റിയാക്റ്റീവ് പവർ ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ഐ സൈൻ ഫൈ ആണ്. ഇനി യൂണിറ്റ് എന്താ? യൂണിറ്റ് ഇസ് ഈക്വൽ ടു വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് അല്ലെങ്കിൽ വാർ എന്ന് വിളിക്കും. വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ് റിയാക്റ്റീവ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാധനം വാട്ട് മീറ്റർ ഡസ് നോട്ട് മെഷർ ദ റിയാക്റ്റീവ് പവർ. നമ്മുടെ വാട്ട് മീറ്റേഴ്സ് എന്ത് ചെയ്യില്ല? റിയാക്റ്റീവ് പവറിനെ മെഷർ ചെയ്യില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്പാരൻറ്റ് പവർ, റിയൽ പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. ഇനി നമ്മൾ നേരത്തെ ഇംപെഡൻസ് ട്രയാങ്കിൾ, വോൾട്ടേജ് ട്രയാങ്കിളൊക്കെ വരച്ച പോലെ നമുക്ക് എന്തും വരക്കാനുണ്ട്? പവർ ട്രയാങ്കിളും വരക്കാനുണ്ട്. അപ്പോൾ പവർ ട്രയാങ്കിൾ നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഡയറക്ഷനിൽ വന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന പവറാണെന്ത്? ആക്റ്റീവ് പവർ. അപ്പോൾ പി എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും പി. റിയാക്റ്റൻസ് കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? റിയാക്റ്റീവ് പവർ. ഇതായിരിക്കും ക്യൂ. അതിൻ്റെ ടോട്ടൽ സമ്മാണെന്ത്? അപ്പാരൻറ്റ് പവർ. ഓക്കെ, ഈ ആംഗിൾ എന്തായിരിക്കും? ഫൈ ആയിരിക്കും. അപ്പോൾ പി ക്യൂ എസും തമ്മിലുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് പവർ ട്രയാങ്കിൾ. ഓക്കെ, അതിൽ പവർ ഫാക്ടറികൾ എന്തും? പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് പി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എസ്. പി ഡിവൈഡഡ് ബൈ എസ് എന്ന് കിട്ടും. അപ്പോൾ പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ എസ്. ഇനി അപ്പാരൻറ്റ് പവർ എസ് എങ്ങനെ എടുക്കും? പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. റൂട്ട് ഓഫ് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് പി സ്ക്വയർ
പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ക്യൂ ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് വരും. അപ്പാരൻറ്റ് പവർ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇത് നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ യൂണിറ്റ് ചെയ്യുകയാണെങ്കിലും അപ്പാരൻറ്റ് പവർ യൂണിറ്റ് എന്താ? കെ വി എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വി എ, ഓക്കെ, ഇസ് ഈക്വൽ ടു ട്രൂ പവറിൻ്റെ ഇതെന്താ? കെ ഡബ്ല്യു അല്ലെങ്കിൽ വാട്ട്സ് ആണ്. അപ്പോൾ കെ ഡബ്ല്യു സ്ക്വയർ പ്ലസ് വി എ ആർ സ്ക്വയർ. അപ്പോൾ കെ വി എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡബ്ല്യു സ്ക്വയർ പ്ലസ് കെ വി എ ആർ സ്ക്വയർ. ഇതാണ് എന്ത്? നമുക്ക് പവർ ട്രയാങ്കിളിന് കിട്ടുന്ന ഇൻഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കോമ്പോണൻറ്റ് കൂടിയുണ്ട്, ആക്റ്റീവ് കോമ്പോണൻറ്റ് ഓഫ് കറണ്ട് ആൻഡ് റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ഓഫ് ദ കറണ്ട്. ഓക്കെ, ദ കറണ്ട് കോമ്പോണൻറ്റ് വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ആക്റ്റീവ് പവർ. അതായത് നമ്മുടെ കറണ്ടിന് രണ്ട് കോമ്പോണൻറ്റ്സ് ഉണ്ടാവും. ആക്റ്റീവ് കോമ്പോണൻറ്റ് ഉണ്ടാവും, റിയാക്റ്റീവ് കോമ്പോണൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതിൽ ആക്റ്റീവ് കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിന് എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. സപ്ലൈ വോൾട്ടേജിൻ്റെ അതേ ഫേസിലായിരിക്കും. അത് കൂടാണ്ട് അതാണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് പവർ ഉണ്ടാക്കുന്ന കോമ്പോണൻറ്റ്. ആ കോമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്റ്റീവ് കോമ്പോണൻറ്റ് ഓഫ് കറണ്ട് ഓർ വാട്ട്ഫുൾ കോമ്പോണൻറ്റ് ഓഫ് കറണ്ട്. രണ്ട് പേരുകളുടെ ആക്റ്റീവ് കോമ്പോണൻറ്റ് ഓഫ് കറണ്ട് ഓർ വാട്ട്ഫുൾ കോമ്പോണൻറ്റ് ഓഫ് കറണ്ട്. Okay, the current component which is in phase with circuit voltage and contributes to active power. ആക്റ്റീവ് പവർ എന്താണ്? ഐ കോസ് ഫൈ ആണെന്ത്? ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് ഐ കോസ് ഫൈ. നെക്സ്റ്റ് റിയാക്റ്റീവ് കോമ്പോണൻറ്റ്, ദ കറണ്ട് കോമ്പോണൻറ്റ് വിച്ച് ഈസ് ഇൻ ക്വാഡ്രേച്ചർ വിത്ത് സർക്യൂട്ട് വോൾട്ടേജ്. അതായത് സർക്യൂട്ട് വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കറണ്ട് കോമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? റിയാക്റ്റീവ് കോമ്പോണൻറ്റ്. ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു റിയാക്റ്റീവ് പവർ. അത് നമ്മുടെ സർക്യൂട്ടിൽ റിയാക്റ്റീവ് പവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദ കറണ്ട് കോമ്പോണൻറ്റ് വിച്ച് ഈസ് ഇൻ ക്വാഡ്രാച്ചർ ടു സർക്യൂട്ട് വോൾട്ടേജ്. സർക്യൂട്ട് വോൾട്ടേജിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവും. ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ റിയാക്റ്റീവ് പവർ. അപ്പോൾ റിയാക്റ്റീവ് കോമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ എന്ത്? ഐ സൈൻ ഫൈ. ഐ കോസ് ഫൈ എന്ന് പറയുന്നത് ആക്റ്റീവ് കോമ്പോണൻ്റ് ആണ്. അതേപോലെ ഐ സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിയാക്റ്റീവ് കോമ്പോണൻറ്റ്. ഓക്കെ, ഐ കോസ് ഫൈ എന്ന് പറഞ്ഞത് ആക്റ്റീവ് കോമ്പോണൻറ്റ്, ഐ സൈൻ ഫൈ എന്ന് പറയുന്നത് റിയാക്റ്റീവ് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ റിയാക്റ്റീവ് കോമ്പോണൻറ്റ് നമുക്ക് വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് അതിനെന്ത് വിളിക്കാം? റിയാക്റ്റീവ് കോമ്പോണൻറ്റിനെ വാട്ട്ലെസ് കോമ്പോണൻ്റ് എന്നും, ആക്റ്റീവ് കോമ്പോണൻറ്റ് റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെന്ത് വിളിക്കാം? വാട്ട്ഫുൾ കോമ്പോണൻ്റ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പവർ ഫാക്ടർ ഒന്ന് സമ്മറൈസ് ചെയ്യാം. പവർ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇറ്റ്സ് ദ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ഇംപെഡൻസിൻ്റെ ടേമിൽ കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ്. അടുത്ത കോസ് ഫൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ബൈ എസ്. പവർ ട്രയാങ്കിൾ വെച്ച് പറയുകയാണെങ്കിൽ കോസ് ഫൈ ഇസ് ഈക്വൽ ടു പി ബൈ എസ്. ദാറ്റ് ഈസ് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ. ആക്റ്റീവ് പവർ ഡിവൈഡ് ബൈ അപ്പാരൻറ്റ് പവർ ആണ് എന്ത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി ഒരു ടേമും കൂടി നമുക്ക് നോക്കാണ്ട് ക്യൂ ഫാക്ടർ. ഓക്കെ, ക്യൂ ഫാക്ടർ എന്ന് വെച്ചാൽ ഫിഗർ ഓഫ് മെറിറ്റ്. അതൊരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഒരു മെറിറ്റ് ചെക്ക് ചെയ്യുന്ന ഫാക്ടറാണ്. ക്യൂ ഫാക്ടർ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഫാക്ടറാണ്. ക്വാളിറ്റി ഫാക്ടർ ഒന്നുമല്ല, റെസിപ്രോക്കൽ ഓഫ് ദ പവർ ഫാക്ടർ. പവർ ഫാക്ടറിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യൂ ഫാക്ടർ. നമുക്കറിയാം പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ്. പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ് ആണെങ്കിൽ ക്യൂ ഫാക്ടർ എന്തായിരിക്കും? സെഡ് ബൈ ആർ. ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു സെഡ് ബൈ ആർ. ഇനി ക്യൂ ഫാക്ടർ വേറെ ഇക്വേഷൻ കൊണ്ട് ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ് ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. 2 pi ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ് ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. ഓക്കെ, ഇനി ഒരു ആർ എൽ സീരീസ് സർക്യൂട്ടിൽ ആറിൻ്റെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കുക. ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ എന്തായിരിക്കും? ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് എൽ ബൈ ആർ. ഓക്കെ, ക്യൂ ഫാക്ടർ ഈക്വൽ ടു എക്സ് എൽ ബൈ ആർ. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒമേഗ എൽ. ദാറ്റ് ഇസ് ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു എക്സ് എൽ ബൈ ആർ ഈക്വൽ ടു ഒമേഗ എൽ ബൈ ആർ. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യൂ ഫാക്ടർ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ ഫാക്ടർ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ് ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. മാക്സിമം എനർജി സ്റ്റോർഡ് ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. നെക്സ്റ്റ്, ഇതാണ് ആർ എൽ സീരീസ് സർക്യൂട്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്.
നെക്സ്റ്റ് നമുക്ക് ആർ സി സീരീസ് സർക്യൂട്ട് നോക്കാം. എന്നുവെച്ചാൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും സീരീസ് ആയിട്ട് വെച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വെച്ചു സർക്യൂട്ട് നോക്കുക. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു എ സി വോൾട്ടേജ് കൊടുക്കുന്നു. വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി വെക്ടർ ഡയഗ്രാം നോക്കും. ഇതാണ് നമ്മൾ കറണ്ട് ഐ ആണെങ്കിൽ വി ആർ കറണ്ട് ഡയറക്ഷൻ അതേ ഡയറക്ഷനിലായിരിക്കും. ഇനി വി സി എന്തായിരിക്കും, കറണ്ടിന് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം കപ്പാസിറ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലീഡ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, ലാഗ് ചെയ്യുന്നത്. അപ്പോൾ വി ആറിൻ്റെയും വി സിയുടെയും വെക്ടർ ഡയഗ്രാം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സപ്ലൈ വോൾട്ടേജ് വി എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആംഗിൾ ഫൈ, ഫേസ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കുന്നു, സപ്ലൈ വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ. റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ. വി ആറിൻ്റെ പകരം ഐ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എ സിയുടെ പകരം ഐ എക്സ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേർ എക്സ് സി ഇസ് ഈക്വൽ ടു എന്താണ്, 1 ബൈ ഒമേഗ സി. ഓക്കെ, എക്സ് സി ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി. അപ്പോൾ റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എക്സ് സി സ്ക്വയർ എന്ന് കിട്ടും. ഐ കോമൺ ആയിട്ട് വെച്ചാൽ ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ആ ടേം നമുക്ക് എന്ത് വിളിക്കാം, ഇമ്പിഡൻസ് സെഡ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ ഈസ് കോൾഡ് ഇമ്പിഡൻസ് സെഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, കറണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജിനേക്കാളും കറണ്ട് എന്ത് ചെയ്യാണ്, ലീഡ് ചെയ്യാണ് ബൈ ആൻ ആംഗിൾ ഫൈ. ഓക്കെ, ദാറ്റ് ഈസ് ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ. ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ. ഇനി പ്യുവർ കപ്പാസിറ്റർ മാത്രമായിരുന്നെങ്കിലോ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ത്, പ്യുവർ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ. ഇവിടെ പ്യുവർ കപ്പാസിറ്റൻസ് അല്ല, കൂടെ ഒന്നും കൂടിയുണ്ട്, റെസിസ്റ്റൻസും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും ആംഗിൾ എന്ത് കിട്ടില്ല, 90 ഡിഗ്രി കിട്ടില്ല. ബട്ട് സ്റ്റിൽ കറണ്ട് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും ബൈ ആൻ ആംഗിൾ ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈ. ഇനി നമുക്ക് ടാൻ ഫൈ എങ്ങനെ വിളിക്കാം, ടാൻ ഫൈ. ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇക്വേഷൻ നോക്കിയാൽ, ഈ ഒരു വെക്ടർ ഡയഗ്രാം നോക്കിയാൽ ടാൻ ഫൈ. ടാൻ ഫൈക്കുള്ള ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഏതാ, വി സി. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞത് വി സി ആണ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വി ആർ. അപ്പോൾ നമുക്ക് ടാൻ ഫൈസിക്കുള്ള എന്ത് ചെയ്താം, വി സി ബൈ വി ആർ, വി സി ബൈ വി ആർ. അതിൽ വി സിക്കുള്ള എന്താ, ഐ ഇൻറ്റു എക്സ് സി ഡിവൈഡ് ബൈ ഐ ഇൻറ്റു ആർ. ഐയും ക്യാൻസൽ ചെയ്താൽ എക്സ് സി ബൈ ആർ. എക്സ് സിക്ക് എന്ത് കൊടുക്കുക, 1 ബൈ ഒമേഗ സി കൊടുത്താൽ എന്ത് കിട്ടും, 1 ബൈ ഒമേഗ സി ആർ. അപ്പോൾ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി ആർ. എന്ത് ഫൈ ഈക്വൽ ടു എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ. ഇനി പവർ ഫാക്ടറോ, പവർ ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പവർ ഫാക്ടർ കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ് ആയിരിക്കും. വേർ സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. ഓക്കെ, കോസ് ഫൈ ഇസ് ഈക്വൽ ടു ആർ ബൈ സെഡ്, വേർ സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ. ഇനി കറണ്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, ഇവിടെ പ്ലസ് വരാൻ കാരണം കറണ്ട് എന്താണ്, വോൾട്ടേജിനേക്കാളും ലീഡാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, വേർ ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ സെഡ്. ഐ എം ഇസ് ഈക്വൽ ടു വി എം ബൈ സെഡ്. പവർ ഇസ് ഈക്വൽ ടു എന്താണ്, വി ഐ കോസ് ഫൈ, അല്ലെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. കാരണം റെസിസ്റ്റൻസിൽ മാത്രം എന്തുണ്ടാവുന്നുള്ളൂ, പവർ ഉണ്ടാവുന്നുള്ളൂ. കപ്പാസിറ്റൻസിലുള്ള ആവറേജ് പവർ എത്രയാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈ ഓർ ഐ സ്ക്വയർ ആർ. നെക്സ്റ്റ് ആർ എൽ സി സീരീസ് സർക്യൂട്ട്. നമ്മൾ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും മൂന്നും സീരീസ് ആയിട്ട് വെച്ചാൽ എന്താണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ആറും എല്ലും സിയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു അപ്ലൈ വോൾട്ടേജ് കൊടുക്കുകയാണ്. വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഒരു കറണ്ട് ഉണ്ടാവും, ഐ എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടാവും. ഇനി നമുക്ക് ഓരോ ടേം എടുത്ത് നോക്കാം. വോൾട്ടേജ് അക്രോസ് ആർ. വോൾട്ടേജ് അക്രോസ് ആർ എന്ന് വി ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. ഓക്കെ, വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് ഐ. നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. ദറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ആർ വി ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ. വി ആർ ഈസ് ഇൻ ഫേസ് വിത്ത് കറണ്ട്. നെക്സ്റ്റ് വോൾട്ടേജ് അക്രോസ് എൽ. വോൾട്ടേജ് അക്രോസ് എൽ വി എൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഐ ഇൻ ടു എക്സ് എൽ. ഐ ഇൻ ടു എക്സ് എൽ. ദാറ്റ് ഈസ് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. ദസ് വി എൽ ലീഡ്സ് ഐ ബൈ 90 ഡിഗ്രി. നമുക്കറിയാം ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ
കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലാഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, വോൾട്ടേജ് ലീഡിങ് ആയിരിക്കും. ദാറ്റ് ഈസ് വി എൽ ലീഡ്സ് ഐ ബൈ 90 ഡിഗ്രി. മൂന്നാമത്തെ വോൾട്ടേജ് അക്രോസ് സി, വി സി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് സി, ഐ ഇൻറ്റു എക്സ് സി. ദാറ്റ് ഈസ് വി സി ലാഗ്സ് ഐ ബൈ 90 ഡിഗ്രി, വി സി ലാഗ്സ് ഐ ബൈ 90 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്കൊരു വെക്ടർ ഡയഗ്രാം വരച്ചാലോ. ഇതാണ് നമ്മുടെ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ, അതിന് ഒരേ ഫേസിൽ ആരുണ്ടാവും, വി ആർ ഉണ്ടാവും. ഐക്ക് ലീഡ് ചെയ്തിട്ട് ആരുണ്ടാവും, വി എൽ ഉണ്ടാവും. ഐക്ക് ലാഗ് ചെയ്തിട്ട് ആരുണ്ടാവും, വി സി ഉണ്ടാവും. ഓക്കെ, ഇനി തൽക്കാലം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി എന്ന് അസ്യൂം ചെയ്യാം. വി എൽ ഈസ് ഗ്രേറ്റർ ദാൻ വി സി എന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ട് എന്തായിരിക്കും, ഇൻഡക്റ്റീവ് ആണ് കൂടുതൽ, ഇൻഡക്റ്റീവിൻ്റെ എലമെൻ്റ് ആണ് കൂടുതലെങ്കിൽ അപ്പോൾ എന്ത് വരും, വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, വി എൽ മൈനസ് വി സി, വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറൻസ് ആണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇത്രയും ടേം എന്ന് പറഞ്ഞത് വി എൽ മൈനസ് വി സി. ഇനി നമുക്കൊരു വെക്ടർ ഡയഗ്രാം വരച്ചാലോ. പാരലലോഗ്രാം വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന സാധനം എന്ത്, വി എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് വി എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ വി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, വി ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, ബേസ് എന്ന് എത്രയാണ്, വി ആർ സ്ക്വയർ പ്ലസ് ഈ ഒരു ടേം, ആ ടേം എത്ര, വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഇനി റെസിസ്റ്റൻസ് ടേം ആക്കുക, റൂട്ട് ഓഫ് ഐ ഇൻറ്റു ആർ സ്ക്വയർ, ഐ ആർ സ്ക്വയർ വി എല്ലിന് പകരം ഐ എക്സ് എൽ, വി സിക്ക് പകരം ഐ എക്സ് സി. ഐ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, അപ്പം എന്ത് കിട്ടും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെഡ് എന്ന് വിളിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഐ ഇൻറ്റു സെഡ്, വേർ സെഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. Z is equal to root of r square plus xl minus xc the whole square, where root of r square plus xl minus xc the whole square is called impedance. ആ ടേമിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇംപെഡൻസ് Z. ഇനി പവർ ഫാക്ടർ ആംഗിൾ ഫൈ എങ്ങനെ വിളിക്കും, ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി എൽ മൈനസ് വി സി ബൈ ആർ. ഈ ഒരു ട്രയാങ്കിളിൽ ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് വി എൽ മൈനസ് വി സി ഡിവൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്, വി ആർ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് വി എൽ മൈനസ് വി സി ഡിവൈഡ് ബൈ വി ആർ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് പവർ ഫാക്ടർ ആംഗിൾ ഫൈ കിട്ടും. ഇനി വി എൽ മൈനസ് വി സി ബൈ ആറിന് പകരം എന്ത് ചെയ്താം, എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. അപ്പോൾ പവർ ഫാക്ടർ ആംഗിൾ ഫൈയുടെ ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് വി എൽ മൈനസ് വി സി ബൈ വി ആർ ഓർ ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. ഓക്കെ, ഇതാണ് എന്ത്, പവർ ഫാക്ടർ ആംഗിൾ ഫൈയുടെ ഇക്വേഷൻ. ഇനി ഫൈ ഈസ് പോസിറ്റീവ് ഇഫ് എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി. ഓക്കെ, എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ്, അതായത് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത കണ്ടീഷൻ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെങ്കിൽ ഫൈ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും. എക്സ് സി ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണെങ്കിൽ ഫൈ ഈസ് എന്താണ്, നെഗറ്റീവ് ആണ്. അതായത് ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ ഫൈ പോസിറ്റീവും, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഫൈ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ, പവർ ഫാക്ടറുകൾ എന്താ, ആർ ബൈ സെഡ്, ആർ ബൈ സെഡ് ദാറ്റ്സ് ഈക്വൽ ടു ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇനി കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈവ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാഗ് ആണോ ലീഡ് ആണോ എന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് ഫൈയുടെ വാല്യൂ അനുസരിച്ചിരിക്കും ലാഗ് ആണോ ലീഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, എഫ് എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ലാഗ് ചെയ്യും. കാരണം അത് ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ഇനി എക്സ് സി ആണ് കൂടുതലെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കും, ലീഡിങ് സർക്യൂട്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് ഐയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈവ്. ഓക്കെ, വേർ ഐ എം ഈസ് ഈക്വൽ ടു വി എം ബൈ സെഡ്, ഐ എം ഈസ് ഈക്വൽ ടു വി എം ബൈ സെഡ്. ഓക്കെ, പവർ പി ഈസ് ഈക്വൽ വി ഐ കോസ് ഫൈവ്, വി ഐ കോസ് ഫൈവ്. നമുക്കൊരു കാര്യം, റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഉണ്ടെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ അക്രോസ് പവർ എന്തായിരിക്കും, സീറോ ആയിരിക്കും. കപ്പാസിറ്റൻസിൻ്റെ അക്രോസുള്ള പവറും സീറോ ആയിരിക്കും. ആകെ പവർ ഉണ്ടാവുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പവർ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് പവറിൻ്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഐ സ്ക്വയർ ആർ. കാരണം ആറിൻ്റെ ടേം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പവർ പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 കേസസ് ഓഫ് ആർ എൽ സി സീരീസ് സർക്യൂട്ട്. ആർ എൽ സി സീരീസ് സർക്യൂട്ടിൽ 3 കേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് എഴുതാം. വെൻ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി,
എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെങ്കിൽ എന്തായിരിക്കും, എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. വെൻ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി, എക്സ് എൽ മൈനസ് എക്സ് സി ഈസ് പോസിറ്റീവ്. സോ ദ സർക്യൂട്ട് ഈസ് ഇൻഡക്റ്റീവ്. ഓക്കെ, നമ്മുടെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും. ആൻഡ് ഫൈ ഈസ് പോസിറ്റീവ്. ഓക്കെ, എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണെങ്കിൽ ഫൈ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഫൈ എന്താണ്, പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് എക്സ് എൽ ലെസ് ദാൻ എക്സ് സി എന്ന് വെച്ചാൽ എക്സ് സി ആണെന്ത്, കൂടുതൽ എന്ന് പറയുന്നത്. വെൻ എക്സ് എൽ ലെസ് ദാൻ എക്സ് സി, എക്സ് സി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. എക്സ് എൽ മൈനസ് എക്സ് സി ഈസ് നെഗറ്റീവ്. സോ ദ സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ്. സോ ദ സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ് ആൻഡ് ഫൈ ഈസ് നെഗറ്റീവ്. ഓക്കെ, വെൻ എക്സ് എൽ ലെസ് ദാൻ എക്സ് സി, എക്സ് എൽ മൈനസ് എക്സ് സി ഈസ് നെഗറ്റീവ്. സോ ദ സർക്യൂട്ട് ഈസ് കപ്പാസിറ്റീവ് ആൻഡ് ഫൈ ഈസ് നെഗറ്റീവ്. കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ ടേം എന്താണ്, വെൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, എക്സ് എല്ലും എക്സ് സിയും രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് വരും, എക്സ് എൽ മൈനസ് എക്സ് സിൻ്റെ ടേം എന്തായിരിക്കും, രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അതിപ്പം ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആണെങ്കിലോ നമ്മൾ ഇക്വേഷൻ എന്താ, സെഡിൻ്റെ ഇക്വേഷൻ എന്താ, സെഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി എക്സ് എൽ മൈനസ് എക്സ് ടൈം 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും, ഈ ടൈം ക്യാൻസൽ ആയി പോകും. സെഡ് ഈക്വൽ ടു എന്ത് കിട്ടും, ആർ എന്ന് മാത്രം കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ സർക്യൂട്ടിൽ എന്ത് മാത്രമേ ബാക്കിയാവുള്ളൂ, റെസിസ്റ്റൻസ് മാത്രമേ ബാക്കിയാവുള്ളൂ. സോ ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. ഓക്കെ, വെൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. പ്യുവർലി റെസിസ്റ്റീവ് ആണെങ്കിൽ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും, ഫൈ ഈസ് 0. ഫൈ ഈസ് 0. ദാറ്റ് ഈസ് ദ സർക്യൂട്ട് ഹാസ് യൂണിറ്റി പവർ ഫാക്ടർ. ഫൈ 0 ആണെങ്കിൽ കോസ് ഫൈ എന്തായിരിക്കും, കോസ് ഫൈ ഇസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ എന്തായിരിക്കും, യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. വെൻ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി, എക്സ് എൽ മൈനസ് എക്സ് എന്ന ടേം 0 ആണ്. സോ ദ സർക്യൂട്ട് ഈസ് പ്യുവർലി റെസിസ്റ്റീവ് ആൻഡ് ഫൈ ഈസ് 0. സോ ദ സർക്യൂട്ട് വിൽ ഹാവ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, ഇത്രയാണ് ഇത് ആർ എൽ സി സീരീസ് സർക്യൂട്ട്. ബാക്കിയുള്ള ക്ലാസ്സിൽ നമുക്ക് റെസണൻസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.